നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ കേദാർനാഥ യാത്രയിലെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെറാഡൂൺ വരെയുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു 2 കിലോമീറ്റേഴ്സിന് അകലെയുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഹോട്ടൽ പാരഡൈസ്. ഇതാണ് എയർപോർട്ടിന് പുറത്തുള്ള വ്യൂസൊക്കെ. അതിനുശേഷം ഞങ്ങൾ ഇതുപോലൊരു ഓട്ടോയിലാണ് ഹോട്ടലിലേക്ക് പോയത്. ഈ ഓട്ടോയിൽ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ഉണ്ടാവും. നമ്മൾ മാത്രമല്ല ഓട്ടോയിൽ ഉണ്ടാവുക. പോകുന്ന വഴിക്ക് ഇപ്പോൾ ബസ് പോലെ ആർക്കെങ്കിലും കയറണമെങ്കിൽ അവർ കയറിയിരിക്കും, അവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങും. അങ്ങനെ ഒരു ബസ്സിൻ്റെ സർവീസ് പോലെയാണ് ഓട്ടോയും ഇവിടെ. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് റെഡ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് ബസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് കേദാർനാഥിലേക്ക് വേണ്ടിയിട്ട് ബസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതേ ഞങ്ങൾ നടരാജ് ചൗക്ക് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. 9 മണിക്കാണ് ഞങ്ങളുടെ ബസ്. ഇവിടെ ഞങ്ങൾക്ക് ബസ്സിലേക്ക് വേണ്ടി ആൾക്കാരെ റെഡിയാക്കി നിർത്താനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നടരാജ് ചൗക്കിൽ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. ഈ ബസ് സോനപ്രയാഗ് വരെയാണുള്ളത്. അപ്പം സോനപ്രയാഗിന് ശേഷം നമുക്ക് ജീപ്പ് യാത്രയിലൂടെ നമുക്ക് ഗൗരികുണ്ട് വരെ പോകാനുണ്ട്. ഇതാണ് നമ്മുടെ യാത്രയുടെ വ്യൂസൊക്കെ. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ചുരമാണ്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള റോഡാണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് ഇതിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കെപ്പോഴും തോന്നിയത് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് എപ്പോഴും നല്ലത്. കാര്യം അവർ എക്സ്പേർട്ട് ആയിരിക്കും ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടിക്കാനായിട്ട്. ഇവിടെ 2 വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു വണ്ടി അങ്ങോട്ട് പോകാനും ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ അത്രയുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ എപ്പോഴും നമുക്ക് മണ്ണിടിച്ചിലുള്ള സ്ഥലമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് അപകടത്തിൽപ്പെട്ട വണ്ടികളൊക്കെ കണ്ടു. ഒരുപാട് വണ്ടികൾ ഈ നദിയിലേക്ക് വീണ് അപകടം പറ്റിയതായിട്ടും ഒക്കെ കണ്ടു. ആ വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ വണ്ടിയുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതാണ്. നമ്മുടെ കോഴിക്കോട് ഒന്നുമല്ല ഇതിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു റോഡാണിത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ പറ്റുള്ളൂ. കാര്യം ഇതൊരു 8-9 മണിക്കൂർ യാത്രയാണ്. നമ്മളിപ്പോൾ 9 മണിക്ക് തുടങ്ങിയ യാത്ര വൈകിട്ട് ഒരു 6-7 മണി വരെ ഉണ്ടാകും. പിന്നെ ഇതാണ് ദാരി ക്ഷേത്രം. ഇതൊരു ഡാമിൻ്റെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അമ്പലത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഈ അമ്പലത്തിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം അതെ ഞങ്ങൾ സോനപ്രയാഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോനപ്രയാഗിലേക്ക് എത്തുന്നതനുസരിച്ച് നമ്മുടെ വെതറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നേരത്തെ ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ ഡെറാഡൂണ് ഇതുവരെയുള്ള യാത്രയൊക്കെ ഭയങ്കര ചൂടുള്ള യാത്രയായിരുന്നു ജൂൺ മാസത്തിൽ. അപ്പം ഇങ്ങോട്ടേക്ക് എത്തുന്നതനുസരിച്ച് നല്ല തണുപ്പായി വരാണ്. ഞങ്ങൾ സോനപ്രയാഗ് എത്തി. ഇതാണ് ബസ്സിൻ്റെ ഡിപ്പോ. ബസ്സൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. ബദ്രിനാഥിലേക്ക് പോകണമെങ്കിലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് വേണം ബസ്സിലേക്ക് പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ സോനപ്രയാഗിൽ നിന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഗൗരികുണ്ടിലേക്ക്. ഒരുപാട് പേര് സോനപ്രയാഗിലാണ് താമസിക്കുക. ഞങ്ങൾ പക്ഷേ ഗൗരികുണ്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് രാവിലെ തന്നെ ഗൗരികുണ്ടിൽ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ രാവിലെ നമ്മൾ ഇതുപോലെ തന്നെ ജീപ്പിൽ വെയിറ്റ് ചെയ്ത് എന്നിട്ടേക്ക് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മന്ദാകിനി നദിയുടെ തീരത്തൊന്ന് സന്തോഷിക്കും. ഞങ്ങളിപ്പോൾ ജീപ്പുള്ള സ്ഥലത്തേക്ക് പോവാണ്. ജീപ്പ് സർവീസ് നടത്തുന്നത് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് 50 റുപ്പീസാണ് കൊടുക്കേണ്ടത് ഒരാൾക്ക് വേണ്ടിയിട്ട് ജീപ്പ് സർവീസിന്. ഇവിടെ നിന്ന് 6 കിലോമീറ്റേഴ്സ് ഉണ്ട് ഗൗരികുണ്ടിലേക്ക്. ഇതാണ് സോനപ്രയാഗിലെ സ്ട്രീറ്റിലെ വ്യൂസൊക്കെ. താഴെ കൂടി മന്ദാകിനി നദി ഒഴുകുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് മന്ദാകിനി നദിക്കുള്ളത്. ഞങ്ങൾ സോനപ്രയാഗ് ഇവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ജീപ്പിൽ കയറിയിരിക്കുവാണ് സോനപ്രയാഗിലേക്കുള്ള. ഇവിടുന്നും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള റോഡുകളാണ്. സെയിം നമ്മൾ ഇതുവരെ ഇവിടേക്ക് വന്നപ്പം എങ്ങനെയായിരുന്നു അതുപോലത്തെ റോഡുകളാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡുകൾ. വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്.
ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന റൂൾസാണ്. ഇവിടെ ഉള്ളവർക്ക് ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത്. ഷട്ടിൽ സർവീസാണ്. അവിടെ നിന്ന് ഗൗരികുണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ എടുക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നവർ. ഇതാണ് മന്ദാകിനി നദി. നല്ല തണുത്ത വെള്ളമാണ്, -डिग्री, ഭയങ്കര തണുത്ത കോൾഡ് ആയിട്ടുള്ള വാട്ടറാണ്. ഞങ്ങളിതാ ഗൗരികുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നടന്നു പോകുന്നവരുണ്ട്. സോനാപ്രയാഗിൽ നിന്ന് നടന്ന് ഗൗരികുണ്ടിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ 6 കിലോമീറ്റേഴ്സ് എക്സ്ട്രാ നടക്കേണ്ടി വരും. അപ്പം ഇവരൊക്കെ നടന്നു പോകുന്നവരാണ്. നല്ലൊരു സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു ഇത്. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തൊരു യാത്ര. ഇവരൊക്കെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ, വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാ. അപ്പം ഞങ്ങൾ ഏകദേശം ഗൗരികുണ്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൗരികുണ്ടിൽ നിന്നും കേദാർനാഥിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ വീഡിയോ ഇതാണ്. ഇവിടുത്തെ യാത്രകൾ, ചുറ്റും മലകളും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല തണുപ്പാണ്. ഇതാണ് ഗൗരികുണ്ടിലേക്ക് ഞങ്ങൾ എത്തി. ഇതാണ് ഗൗരികുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.